നമസ്കാരം. കരുവന്നൂർ തട്ടിപ്പിന് പിന്നാലെ നിരവധി സഹകരണ ബാങ്കുകളിലെ തട്ടിപ്പുകളും പുറത്തു വന്നിരുന്നു. ഇതിലെ ഏറ്റവും ഒടുവിലത്തേതായി മാറുകയാണ് കട്ടപ്പനയിലെ സഹകരണ ബാങ്കിലെ നിക്ഷേപകൻ സാബുവിന്റെ ആത്മഹത്യ. ഒരു അടിസ്ഥാന വർഗ തൊഴിലാളി പാർട്ടി ജനങ്ങളുടെ സ്വത്ത് കവർന്നെടുക്കുന്നതും അവരുടെ മരണത്തിന് ഉത്തരവാദികളാകുകയും ചെയ്യുന്നതിന്റെ ഏറ്റവും ഒടുവിലെ തെളിവാണ് കട്ടപ്പനയിലെ സംഭവം. ഇങ്ങനെയാണോ കേരളം? ഇതാണോ LDF പറഞ്ഞ എല്ലാം ശരിയാകും മോഡൽ? ഇങ്ങനെയാണോ കേരളം ആകേണ്ടത്? ഇതൊക്കെ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി തന്നെ ചിന്തിക്കണം. എല്ലാവരും അറിയാൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് സാബു ആത്മഹത്യാ കുറിപ്പ് എഴുതിയിരിക്കുന്നത്. തന്റെ മരണത്തിന് ഉത്തരവാദി ബാങ്ക് സെക്രട്ടറിയും ജീവനക്കാരായ രണ്ടുപേരുമാണ്. ജീവിതകാലം മുഴുവൻ സമ്പാദിച്ച പണം നിക്ഷേപിച്ച ബാങ്ക് തന്റെ ഭാര്യയുടെ ചികിത്സയ്ക്കായി പണം ആവശ്യപ്പെട്ട് ചെന്നപ്പോൾ അപമാനിച്ചുവെന്നാണ് കുറിപ്പിൽ പറയുന്നത്. പണം ചോദിച്ചതിനു പിന്നാലെ കട്ടപ്പനയിലെ സഹകരണ ബാങ്ക് മുൻ പ്രസിഡന്റ് VR സജി ആത്മഹത്യ ചെയ്ത നിക്ഷേപകൻ സാബുവിനെ ഭീഷണിപ്പെടുത്തുന്ന ഫോൺ സന്ദേശം പുറത്തു വരിക കൂടി ചെയ്തതോടെ സ്തംഭിച്ചു നിൽക്കുകയാണ് കേരളം. നിക്ഷേപിച്ച പണം ചോദിച്ചതിനാണ് ഈ രാഷ്ട്രീയ ഭീഷണി. CPM മുൻ കട്ടപ്പന ഏരിയ സെക്രട്ടറിയാണ് VR സജി. ഈ ഭീഷണിയുടെ തുടർഫലമായിരുന്നു സജിയുടെ ആത്മഹത്യ. കെടുകാര്യസ്ഥതയിൽ സഹകരണ പ്രസ്ഥാനങ്ങളെ തകർക്കുന്നവർ പണം നിക്ഷേപിച്ചവരോട് എടുക്കുന്ന സമീപനത്തിന് തെളിവാണ് ഈ സംഭവം. കട്ടപ്പന റൂറൽ ഡെവലപ്മെന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കെടുകാര്യസ്ഥത മറയ്ക്കാനായിരുന്നു ഭീഷണി. താൻ ബാങ്കിൽ പണം ചോദിച്ചെത്തിയപ്പോൾ ബാങ്ക് ജീവനക്കാരൻ ബിനോയ് പിടിച്ചു തള്ളിയെന്ന് ആത്മഹത്യ ചെയ്ത സാബു ഫോൺ സംഭാഷണത്തിൽ പറയുന്നു. താൻ തിരിച്ച് ആക്രമിച്ചെന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുകയാണെന്നും ഇദ്ദേഹം പറയുന്നു. ഈ മാസത്തെ പണത്തിൽ പകുതി നൽകിയിട്ടും ജീവനക്കാരനെ ഉപദ്രവിക്കേണ്ട കാര്യം എന്താണെന്ന് സജി തിരിച്ചു ചോദിക്കുന്നു. വിഷയം മാറ്റാൻ നോക്കേണ്ടെന്നും അടി വാങ്ങിക്കേണ്ട സമയം കഴിഞ്ഞെന്നും പറഞ്ഞ സജി പണി മനസ്സിലാക്കി തരാമെന്ന് സാബുവിനെ ഭീഷണിപ്പെടുത്തുന്നു. പണം തരാൻ ഭരണസമിതിയും ജീവനക്കാരും ശ്രമിക്കുമ്പോൾ ജീവനക്കാരനെ ആക്രമിച്ചത് ശരിയായില്ലെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഇത്. CCTV പരിശോധിച്ചാൽ സത്യം തെളിയുമെന്ന് സജി പറയുമ്പോൾ നേതാവ് ഫോൺ കട്ട് ചെയ്യുന്നു. അതായത് തെളിവും സത്യവുമൊന്നും സഖാവിന് വേണ്ട കാലം. കേസിൽ കട്ടപ്പന റൂറൽ ഡെവലപ്മെന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഭരണസമിതി അംഗങ്ങളുടെയും ജീവനക്കാരുടെയും മൊഴി പോലീസ് രേഖപ്പെടുത്തുന്നുണ്ട്. സാബു ബാങ്കിലെത്തിയ സമയത്തെ CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഇത് വിശദമായി പരിശോധിക്കും. പ്രാഥമിക പരിശോധനയിൽ സാബുവും ജീവനക്കാരും തമ്മിൽ കയ്യേറ്റം ഉണ്ടായതായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ആത്മഹത്യാ കുറിപ്പിൽ പേരുള്ള ബാങ്ക് സെക്രട്ടറി റെജി, ജീവനക്കാരായ ബിനോയ്, സുജമോൾ എന്നിവരുടെ മൊഴികളാണ് ആദ്യഘട്ടത്തിൽ രേഖപ്പെടുത്തുക. ഇടുക്കി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. വിദേശത്തുള്ള ബന്ധുക്കൾ എത്തിയ ശേഷമായിരിക്കും സംസ്കാരം. കട്ടപ്പന റൂറൽ ഡെവലപ്മെന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് മുൻപിലാണ് ആത്മഹത്യ ചെയ്തത്. തൂങ്ങി മരിച്ച നിലയിലാണ് സാബുവിനെ കണ്ടെത്തിയത്. സംഭവത്തിന് പിന്നാലെ ബാങ്കിന് പിന്നിൽ പ്രതിഷേധവുമായി BJP രംഗത്തെത്തി. നിക്ഷേപ തുക തിരികെ ആവശ്യപ്പെട്ട് സാബു കഴിഞ്ഞ ദിവസം ബാങ്കിലെത്തിയിരുന്നു. എന്നാൽ നിക്ഷേപിച്ച തുക തിരികെ ലഭിച്ചില്ല. ഇതേ തുടർന്നാണ് ആത്മഹത്യയെന്നാണ് വിവരം. രാവിലെ 7:30ഓടെയാണ് സാബുവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ബാങ്കിന് സമീപത്ത് താമസിക്കുന്നവരാണ് ബാങ്കിന്റെ പടികൾക്ക് സമീപം മരിച്ച നിലയിൽ സാബുവിനെ കണ്ടെത്തിയത്. തുടർന്ന് പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. കട്ടപ്പനയിൽ വ്യാപാര സ്ഥാപനം നടത്തുന്നയാളാണ് സാബു. കട്ടപ്പന റൂറൽ ഡെവലപ്മെന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്ന സ്ഥാപനത്തിൽ പണം നിക്ഷേപിച്ചിരുന്നു. 25 ലക്ഷത്തോളം രൂപയാണ് നിക്ഷേപിച്ചിരുന്നത്. ഈ പണം തിരിച്ചാവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ബാങ്ക് പ്രതിസന്ധിയിലായിരുന്നതിനാൽ മാസം തോറും നിശ്ചിത തുക നൽകാമെന്ന് അറിയിച്ചിരുന്നു. ഇതനുസരിച്ച് തുക നൽകിയിരുന്നു. എന്നാൽ ഇന്നലെ ഭാര്യയുടെ ചികിത്സാർത്ഥം കൂടുതൽ തുക ആവശ്യപ്പെട്ട് ബാങ്കിലെത്തിയിരുന്നു. തുടർന്ന് ജീവനക്കാരുമായി തർക്കമുണ്ടായിരുന്നു. തൊടുപുഴയിലെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു സാബുവിന്റെ ഭാര്യ. രാവിലെ വീട്ടിൽ കാണാത്തതിനെ തുടർന്ന് അന്വേഷണം നടത്തി വരുന്നതിനിടെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മുമ്പ് കോൺഗ്രസ് ഭരിച്ചിരുന്ന ബാങ്ക് 2 വർഷം മുമ്പാണ് CPM ഭരണസമിതിക്ക് കീഴിൽ വരുന്നത്. പ്രതിസന്ധിയിൽ പ്രവർത്തിക്കുന്ന ബാങ്കാണ്. കുറഞ്ഞ നിക്ഷേപകർ മാത്രമാണ് ഇവിടെയുള്ളത്.
സാബുവിന്റെ ആത്മഹത്യാക്കുറിപ്പും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. സാബുവിന്റെ പാൻസിന്റെ പോക്കറ്റിൽ നിന്നാണ് ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തിയത്. മരണത്തിന് ഉത്തരവാദി ബാങ്കാണെന്നും ഭാര്യയുടെ ചികിത്സയ്ക്ക് പണം ചോദിച്ചപ്പോൾ കിട്ടിയില്ലെന്നും അപമാനിച്ചെന്നും മനം തൊന്നാണ് ജീവൻ ഒടുക്കുന്നതെന്നുമാണ് ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നത്. എല്ലാവരും അറിയാൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആത്മഹത്യാക്കുറിപ്പ് സാബു എഴുതിയിരിക്കുന്നത്. തന്റെ മരണത്തിന്റെ ഉത്തരവാദി ബാങ്ക് സെക്രട്ടറിയും ജീവനക്കാരായ രണ്ടുപേരുമാണെന്നും ജീവിതകാലം മുഴുവൻ സമ്പാദിച്ച പണം നിക്ഷേപിച്ച ബാങ്കിൽ നിന്ന് തന്റെ ഭാര്യയുടെ ചികിത്സയ്ക്കായി ആവശ്യപ്പെട്ട് ചെന്നപ്പോൾ അപമാനിച്ചുവെന്നും ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നുണ്ട്. ഓസ്ട്രേലിയയിലായിരുന്നു സാബു മുമ്പ് ജോലി ചെയ്തിരുന്നത്. അങ്ങനെ സമ്പാദിച്ച തുകയാണ് ഈ സൊസൈറ്റിയിൽ നിക്ഷേപിച്ചതും. നന്ദി.